ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇത് പേപ്പർ കോഡ് A ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ് കേട്ടോ. സ്പോർട്സ് മ്യൂസിയം എവിടെയാണ്? കൊൽക്കത്ത. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? ഓപ്ഷൻ എ സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ബാംഗ്ലൂരിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ ഡി EP രാജഗോപാലാണ്. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതായിരുന്നേ. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2026 ഏപ്രിൽ 9. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഒഡീഷ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓപ്ഷൻ ബി മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത? ഓപ്ഷൻ സി ആണ്, പിർപ്പാഞ്ചൽ പാത തന്നെയാണ്. എല്ലാവർക്കും അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ വാതോർജ നിലയം ഏതാണ്? ഓപ്ഷൻ എ ലംബയാണ് കേട്ടോ. ഇതൊക്കെ പ്ലസ് ടു ഹയർ സെക്കൻഡറി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹിമാലയത്തിലെ ലവണജല തടാകം? ഓപ്ഷൻ ഡി രാഗാസ് ആണ് കേട്ടോ. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? രാഗാസ് ആണ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഷാഹി പാത. ഓപ്ഷൻ എ ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ഓപ്ഷൻ ബി ദിഗ്ബോയ്. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഓപ്ഷൻ സി ദാല്. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി അമാൻ സേതു ആണ്. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ധാർവാർ ശിലകളിലാണ്. യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. നമ്മൾ പ്ലസ് 1 ജിയോഗ്രഫിയിൽ വന്നിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ശിലകളിൽ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ലോഹങ്ങളെല്ലാം അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ലാറ്ററൈറ്റിലും ഗോണ്ട്വാന ശിലകളിലൊക്കെ ഓരോ മൂലകത്തിലും ഒരു ലോഹത്തിൻ്റെ നിക്ഷേപം കാണപ്പെടുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് 23ൻ്റെ ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 3ഉമാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉമാണ്. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു.
താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരിയാണ് കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്താണ്? നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശബ്ദം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി ആണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് 4Aയിൽ പ്രതിപാദിക്കുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ സി ആലുവ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആംനസ്റ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. 3 മാത്രമാണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസിയാണ് ഈ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത്. ഈ ഉൾപ്പെടുന്നത് ബാക്കിയൊന്ന് നോക്കി വെച്ചേക്കണേ. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ വാച്ച് എന്നിവ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടുന്നതാണ്. വിവരാവകാശ കമ്മീഷനുമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. കോടതി പരിഗണനയിലിരിക്കുന്ന വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നില്ല. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 250 രൂപ വീതമാണ് പിഴ ഈടാക്കുന്നത്. ആ 2 സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്നതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ, ഇതെല്ലാം മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം എന്നാണ്? 1947 ജൂലൈ 22-നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. 5 വണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘം. ഓപ്ഷൻ സി ആണ് ആൻസർ. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവരിൽ ആരെയാണ്? ഓപ്ഷൻ ഡി JC ഡാനിയൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? ഓപ്ഷൻ എ കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ സി പാലക്കാട്. അസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഓപ്ഷൻ ബി സർവീസസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. ആഴമേറും നിൻ സഹസ്രമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം, ഇത് ഏതിലെ വരികളാണ്? ഓപ്ഷൻ ബി ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി 2ഉം 4ഉം ഇവിടെ തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവ തെറ്റാണ്. 2ഉം ആരുടെയാണ്? ചട്ടമ്പിസ്വാമികളുടെയാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു അല്ല, വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്? ഓപ്ഷൻ എ ഡിലനോയ്.
ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ് പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 2ഉമാണ് ബന്ധമില്ലാത്തത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് തന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം എഴുതുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആദ്യം കുണ്ടറ വിളംബരം, പിന്നീട് വരുന്നത് കുറിച്യ കലാപം, പിന്നെ വരുന്നത് പൂക്കോട്ടൂർ കലാപം, പിന്നെ മൊറാഴ സമരം. വർഷങ്ങൾ വരികയാണെങ്കിൽ 1809, അതുപോലെ തന്നെ പിന്നെ ഏതാണ് വരുന്നത്? കുറിച്യാർ കലാപം 1812, ശേഷം വരുന്നത് പൂക്കോട്ടൂർ കലാപം 1921, മൊറാഴ സമരം 1940. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ സി മെലാറ്റോണിൻ. ഡോട്ട്സ് എന്നത് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഓപ്ഷൻ സി ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ്? ഓപ്ഷൻ ഡി ഓർഗനോയിഡുകൾ. ഓർഗനോയിഡ് എന്നാണ് ഓപ്ഷനായിട്ട് വരുന്നത്. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളെ ഓർഗനോയിഡ് എന്നാണ് പറയുന്നത്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഓപ്ഷൻ ബി പയർ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കണുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എ ശരിയാണ്, 6 തെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയും ഡിയുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഓപ്ഷൻ ബി 746. ആൽക്കലൈൻ എർത്തലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി റേഡിയം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം? ഓപ്ഷൻ സി സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സഹായിക്കുന്നത്? ഓപ്ഷൻ ബി 2000 ഹെർട്സ്. കാർബണിൻ്റെ 3 അലോട്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കാർബൺ 12, 13, 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കാർബൺ 12 ആണ് സ്ഥിരത കൂടിയതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോട്ടോപ്പ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ്? ഓപ്ഷൻ എ സ്ഥിതികോർജ്ജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഓപ്ഷൻ ബി സെല്ലുലോസ്. നമ്മുടെ പഴയ SCERTയിൽ ഈ സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് കാണാൻ കഴിഞ്ഞത് നമ്മുടെ 8ലെയാണ്, 2016 എഡീഷനാണ്. 2016 8ലെ ബേസിക് സയൻസിലെ ഒരു ചാപ്റ്ററിൽ ഇത് കിടക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഓപ്ഷൻ സി. സോറി തെറ്റിയിട്ടുണ്ട്. 80ൻ്റെ ഓപ്ഷൻ എ ആണ് ഉത്പാദനം. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറുന്നത് ഏതാണ്? ഉത്പാദനമാണ്. നമ്മുടെ കർപ്പൂരം, നാഫ്തലീൻ തുടങ്ങിയവയൊക്കെ ഇതിനുദാഹരണമാണ് കേട്ടോ.
സോറി, അത് ജസ്റ്റ് മാറിപ്പോയതാണ്. മാത്സിൻ്റെ ഞാൻ പറയാം. 81ാമത്തേൻ്റെ ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി ആണ്, 51 എന്നുള്ളതാണ്. 82ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 83 വന്നിട്ട് ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ സി. 88 ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ബി. 91 ഓപ്ഷൻ ബി ആണ്. 92 ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ എ ആണ്. 95 ഓപ്ഷൻ സി. 96 ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ എ ആണ്. 100 ഓപ്ഷൻ സി. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ശരിയായിട്ടുള്ളൊരു റൂട്ടിലായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് നിന്നൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ SCRT നമ്മളെടുത്തിട്ടുള്ള SCRT ഭാഗത്തു നിന്ന് ഇതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം സമയമില്ല, 3rd ഉം 4th അധികം സമയമില്ല. നന്നായിട്ട് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. റിലേറ്റഡ് കോമൺ ആയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാൻസലായി പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് കിട്ടിയിട്ടില്ലാത്തവർക്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കുക. അതിൽ കോമൺ ആയിട്ട് വരുന്ന ചില ടോപ്പിക്കുകൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും 3rd ലും 4th ലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ SCRT തിരഞ്ഞ് പഴയ SCRT ഒരുപാട് തിരഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇപ്പോൾ ഒരുപാട് പേര് റിലേറ്റഡ് ഫാക്റ്റും SCRT ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ +1 ആ ചാപ്റ്റേഴ്സൊക്കെ ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. +1 ജോഗ്രഫി ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സെൽഫായിട്ട് വായിച്ച് നോക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും അത് വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഓർമ്മയെങ്കിലും വരും. ഇനി നോട്ട് എഴുതിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മുടെ മുന്നിലില്ല. അപ്പോൾ സെൽഫായിട്ട് പഠിച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.